അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കുട്ടികളിലുണ്ടാകുന്ന വളരെ ഗൗരവകരമായ 6 ദുസ്വഭാവങ്ങളും അവയുടെ പരിഹാരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ചെറിയ കുട്ടികളുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവസാനം വരെ കാണുകയും ഈ പറയുന്ന 6 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ മക്കളിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക. കുട്ടി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ വിശപ്പകറ്റിയത് കൊണ്ടോ ഒരു രക്ഷിതാവിൻ്റെ ബാധ്യത അവസാനിക്കുന്നില്ല. മെൻ്റലി ഫിസിക്കലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തുമ്പോഴാണ് ഒരു രക്ഷിതാവ് യഥാർത്ഥ രക്ഷിതാവാകുന്നത്. ഓരോ വ്യക്തിയുടെയും സ്വഭാവ രൂപീകരണം നടക്കുന്നത് കുട്ടിക്കാലത്താണ്. ആ കുട്ടിക്കാലത്ത് വേണ്ട കൃത്യമായ ഗൈഡൻസ് കുട്ടിക്ക് നൽകിയിട്ടില്ല എങ്കിൽ കുട്ടിയുടെ സ്വഭാവം മോശമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ് പിന്നീട് വലിയ ക്രിമിനലുകളും വലിയ തെമ്മാടികളുമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയുന്ന 6 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ മക്കളിലുണ്ട് എങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തുകയും കുട്ടികളെ സൽസ്വഭാവികളായി വളർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളിൽ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് സുലൂക്കാത്തുൻ സെൽബിയത്തുൻ ഇൻദൽ അത്ഫാലി വകൈഫ നുസ്ലിഹുഹാ, കുട്ടികളിൽ ഉണ്ടായേക്കാവുന്ന 6 ദുസ്വഭാവങ്ങളും അവയുടെ പരിഹാരങ്ങളുമാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രശ്നം അൽ കെദിബുൽ മുതകർരിറു, ആവർത്തിച്ച് കളവ് പറയാം. കുട്ടി എന്ത് ചോദിച്ചാലും കളവേ പറയുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഒരുപക്ഷെ നമുക്കറിയില്ല. ആ സമയത്ത് കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അവഗണിക്കാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ ഈ ശീലം കുട്ടി മാറ്റുകയില്ല. വലുതാകുമ്പോഴും ഈ ദുശീലം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും കളവ് പറയാൻ പാടില്ല. കളവ് പറയുന്നത് ചീത്ത ആളുകളുടെ സ്വഭാവമാണെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഒരുപക്ഷെ കുട്ടി ശിക്ഷയെ ഭയന്നുകൊണ്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷ ഭയന്നുകൊണ്ടായിരിക്കാം കുട്ടി സത്യം പറയാത്തത്. അപ്പോൾ ശിക്ഷിക്കാത്ത, ഭയമില്ലാതെ സത്യം പറയുന്ന ഒരു അന്തരീക്ഷം മാതാപിതാക്കൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം. എന്ത് സംഭവിച്ചാലും സത്യം പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ചെറുപ്പത്തിലെ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും കളവ് പറയുന്നത് ദുസ്വഭാവമാണ്, അത് ചീത്ത സ്വഭാവമാണെന്ന് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. ഒരിക്കലും കളവിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം നഖ്സു തആതുഫാണ്, സഹാനുഭൂതിയുടെ കുറവ്, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ, നുള്ളുകയും പിച്ചുകയും തല്ലുകയുമൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം, എന്തിനും ഏതിനും മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം. ഒരു പക്ഷേ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ ഇത് ആസ്വദിക്കുകയും കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളയുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തല്ലുന്ന സമയത്ത് മറ്റുള്ളവർക്കുണ്ടാകുന്ന വേദനയെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഇത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. കഥകളിലൂടെയും അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ സംഘങ്ങളിലൂടെയുമൊക്കെ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കി കൊടുക്കണം. മറ്റുള്ളവർക്കും ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട് എന്ന് കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയൂല. ഒരു ചെടിയെ നശിപ്പിക്കുന്നത് പോലും ആ ചെടിക്ക് വേദനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ കൊല്ലുന്നത് പോലും ഉറുമ്പിൻ്റെ മറ്റുള്ളവരെ അല്ലെങ്കിൽ ഉറുമ്പിന് വേദനിക്കുന്ന ഒരു കാര്യമാണെന്ന് കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുകയും സഹജീവികളോടും മനുഷ്യരോടും തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളോട് തനിക്കൊരുപാട് ഉത്തരവാദിത്വമുണ്ടെന്ന് കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം അസ്സുലൂക്കുൽ ഉദ്വാനിയത്തു, അക്രമാസക്തമായ പെരുമാറ്റമാണ്. വലിയ സങ്കടങ്ങളോ വലിയ ദേഷ്യമോ വരുമ്പോൾ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് കുട്ടിക്കറിയില്ല. വലിയ ആളുകൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്, ദേഷ്യം വരുന്ന സമയത്ത് അവരെന്താണ് ചെയ്യുക എന്ന് അവർക്കറിയില്ല. ഇതൊരു പക്ഷേ അവരുടെ ചെറുപ്പകാലത്ത് അവർക്കുണ്ടായിരുന്ന ദേഷ്യപ്രകടനങ്ങൾ പിന്നീട് അതെങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നവർക്കറിയാതെ അവർ വളർന്നു പോയതായിരിക്കാം. ദേഷ്യം വരുന്ന സമയത്ത് ഒന്നെങ്കിൽ തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പോവുകയോ അല്ലെങ്കിൽ കൂടുതൽ ഓക്സിജൻ ഉള്ളിലേക്ക് ചൊല്ലുന്ന രൂപത്തിൽ ശ്വാസോച്ഛ്വാസം നടത്തുകയോ ചെയ്യുക എന്നതാണ്. അത് കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുകയും ദേഷ്യം വരുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ ചെറുപ്പകാലത്തിലെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കറിയാം, വലിയ വലിയ കൊലപാതകങ്ങളൊക്കെ ദേഷ്യപ്പുറത്ത് നടക്കുന്നതാണ്. ഭാര്യയെ കൊന്നതും മക്കളെ കൊന്നതും കൂട്ടുകാരെ കൊല്ലുന്നതുമൊക്കെ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാത്തവരുടെ കയ്യിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെയുള്ള വലിയ ഒരു ക്രൈം ചെയ്യാൻ ഒരു പക്ഷേ ഈ ദേഷ്യം പിന്നീട് കാരണമാകും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ദേഷ്യം നിയന്ത്രിക്കാൻ, മറ്റുള്ളവരെ ആക്രമിക്കാൻ, സങ്കടം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും മറ്റുള്ളവരെ ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇനി നാലാമത്തെ കാര്യമാണ് ഹുബ്ബുൽ ഉസ്ലത്തി, ഏകാന്തനായിരിക്കുക എന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ, യൂട്യൂബും ഇൻസ്റ്റഗ്രാമിനുമൊക്കെ അടിമപ്പെട്ടു പോയ ഒരു ജനറേഷനാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അതിന് അടിമപ്പെടുമ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് കുട്ടികളുടെ ഭാവിയെ തന്നെ തകർക്കാനുള്ള ഒരു കാരണമായി മാറും. ഒരു മുറിയിൽ ഇങ്ങനെ വാതിലടച്ചിരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുമായി സംസാരിക്കാനോ കളിക്കാനോ താല്പര്യം ഇല്ലാതിരിക്കുക. ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുട്ടി അടങ്ങിയിരിക്കുന്ന കുട്ടിയാണ്, അവനെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല എന്ന് മാതാപിതാക്കൾ പറയും. പക്ഷേ കുട്ടി ഭാവിയിൽ നേരിടാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ തുടക്കമാവാം അത്. അതിനുള്ള പരിഹാരം എന്താണ്? ഒന്നെങ്കിൽ കുട്ടിയോട് മാതാപിതാക്കൾ ചെറിയ ചെറിയ കളികളും അതുപോലെ തന്നെ ക്വാളിറ്റി ടൈം അവരുമായി സ്പെൻഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അതുപോലെ അവൻ്റെ കൂടെ അതേ സമപ്രായക്കാരായ അയൽവാസികളോ കുടുംബത്തിലുള്ള മറ്റു കുട്ടികളോ കൂടെ കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇനി 5ാമത്തെ കാര്യമാണ് അസ്സരിഖത്തു, സാധനങ്ങൾ മോഷ്ടിക്കുന്ന സ്വഭാവം. കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂൾ കുട്ടികളുടെ സഹപാഠികളുടെ പാത്രങ്ങളോ അവരുടെ പേനകളോ പുസ്തകങ്ങളോ ഒക്കെ മോഷ്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഓരോ വസ്തുവിനും ഉടമസ്ഥനുണ്ട് എന്നുള്ള ബോധ്യം കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് പിന്നീട് മോഷ്ടിക്കുക എന്നുള്ളൊരു സ്വഭാവത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു മനുഷ്യൻ്റെ മറ്റൊരാളുടെ വസ്തുവിന് അയാളുടെ അധികാരത്തിലാണ്, ഉടമസ്ഥതയിലാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചെറുപ്പകാലത്ത് വീട്ടിൽ വളർന്ന കുട്ടിക്ക് അതൊരു പക്ഷേ അറിയില്ല. കാരണം വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഒന്നെങ്കിൽ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ മറ്റു കുടുംബങ്ങളുടെയോ ആയിരിക്കും. അത് ഈ കുട്ടി എടുക്കുന്ന സമയത്ത് കുഴപ്പമില്ലായിരിക്കാം. എന്നാൽ പുറത്തിറങ്ങുന്ന സമയത്ത് അന്യരുടേതായ ഒരാളുടേത് എടുക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം അത് വീട്ടിലാണെങ്കിലും അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഉപ്പയുടെ വസ്തുവാണ്, അല്ലെങ്കിൽ ഉമ്മയുടെ വസ്തുവാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെതാണ്, അനുജൻ്റെതാണ് എന്ന് പറഞ്ഞ് ഓരോ വസ്തുവിനും അതിൻ്റേതായ ഉടമകളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടി അത് പിന്നീട് തുടർന്നു കൊണ്ടേ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി 6ാമത്തതാണ് അദമു ഖബൂലിൽ ഖസറാത്തി, തോൽവി അംഗീകരിക്കാനുള്ള കഴിവില്ലായ്മ. ചെറുപ്പത്തിൽ വിജയം മാത്രമേ നേടാവൂ, ക്ലാസ്സിൽ 1ാം സ്ഥാനം അല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് 1ാം സ്ഥാനം നേടിയാൽ മാത്രമേ നീ യോഗ്യനാവുകയുള്ളൂ എന്നുള്ള മാതാപിതാക്കളുടെ മോശമായ പാരൻറ്റിങ്ങിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. തോൽവി വിജയത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തോൽവിയുടെ മാനസികാവസ്ഥ അനുഭവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. കളിയാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും തോൽവി ജീവിതത്തിൻ്റെ ഭാഗമാണ്, അത് വിജയത്തിൻ്റെ ഒരു സ്റ്റെപ്പാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട്. 1ാം സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഫുൾ മാർക്കിൽ നിന്ന് 1 മാർക്ക് കുറയുമ്പോൾ കുട്ടികളെ വലിയ രൂപത്തിൽ ശിക്ഷിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തോൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യനുണ്ടാകുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ മകൾക്കോ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കളിയാണെങ്കിലും ആ കുട്ടി പിന്നീട് ചിലപ്പോൾ ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് വേണ്ടി 1ാം സ്ഥാനം കിട്ടാൻ വേണ്ടി മത്സരിക്കുകയും അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടികൾക്ക് തോൽവിയുടെ വിഷമം, അതിൻ്റെ ഫീലിങ്സ് കൂടെ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 6 ദുസ്വഭാവങ്ങൾ ചെറുപ്പത്തിലേ മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും നല്ല ഒരു മനുഷ്യനെ വാർത്തെടുക്കുകയും അതോടൊപ്പം തന്നെ നിസ്കാരവും മാതാപിതാക്കളോടുള്ള ബഹുമാനവും മുതിർന്നവരെ സ്നേഹിക്കലും തൻ്റെ കൂടെയുള്ളവരെ സ്നേഹിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അതൊക്കെ പ്രാവർത്തികമാക്കുകയും പ്രാക്ടിക്കലി കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയുമാണ് ഒരു മാതാപിതാക്കളുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.